ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കുംഭമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലും മഹാശിവരാത്രി. ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവത്തിന് നഗരം വരവേറ്റു. ഉപവാസമനുഷ്ഠിക്കലും രാത്രി ഉറക്കമിളക്കലുമാണ് ഈ ദിവസത്തെ ആചാരങ്ങൾ. ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക പൂജകളും ഉത്സവാഘോഷങ്ങളെ ഭക്തിസാന്ദ്രമാക്കുന്നു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. മിഠായിത്തെരുവിൽ അഗ്നിക്കിരയായ കട സന്ദർശനം നടത്തി മന്ത്രിമാർ. റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടി. കോർപ്പറേഷന് മുഖ്യ ചുമതലയെന്നും മന്ത്രിമാർ. വ്രതപുണ്യത്തോടെ മഹാശിവരാത്രി. ശിവക്ഷേത്രങ്ങളെ ഭക്തിസാന്ദ്രമാക്കി വിശേഷാൽ ചടങ്ങുകളും പൂജകളും. കുറ്റവാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള നടപടികളാണ് നിലവിൽ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. ജയിൽ ക്ഷേമ ദിനാഘോഷങ്ങൾക്ക് സമാപനം. വിശദമായ വാർത്തകളിലേക്ക്. മിഠായിത്തെരുവിൽ തീപിടുത്തമുണ്ടായ സ്ഥലം മന്ത്രിമാർ സന്ദർശിച്ചു. മന്ത്രിമാരായ ടി.പി. രാമകൃഷ്ണൻ, എ.കെ. ശശീന്ദ്രൻ തുടങ്ങിയവരാണ് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പം അപകട സ്ഥലത്തെത്തിയത്. കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടി സ്വീകരിക്കുമെന്നും കോർപ്പറേഷന് ഇതിൽ മുഖ്യ ചുമതലയാണുള്ളതെന്നും മന്ത്രിമാർ പറഞ്ഞു. പ്രദീപ് കുമാർ എം.എൽ.എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്കം മുഹമ്മദ്, കളക്ടർ യു.വി. ജോസ് എന്നിവർക്കൊപ്പമാണ് മന്ത്രിമാരായ ടി.പി. രാമകൃഷ്ണൻ, എ.കെ. ശശീന്ദ്രൻ തുടങ്ങിയവർ മിഠായിത്തെരുവിലെത്തിയത്. രാധ തിയേറ്ററിനടുത്ത് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ കടകൾ മന്ത്രിമാർ സന്ദർശിച്ചു. പൂർണ്ണമായും കത്തിനശിച്ച കടയുടെ ഉൾഭാഗങ്ങളും പരിശോധിച്ച മന്ത്രിമാർ അപകടത്തിന്റെ തീവ്രത സംബന്ധിച്ച് വ്യാപാരികളോടും ഉദ്യോഗസ്ഥരോടും ആരാഞ്ഞു. ദുരന്തം സംബന്ധിച്ച് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണ റിപ്പോർട്ട് വന്നതിനുശേഷം കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. ഈ സംഭവത്തിൽ കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ വിദഗ്ധന്മാരെയും പങ്കാളികളാക്കി ഒരന്വേഷണത്തിന് കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ആ റിപ്പോർട്ട് എന്താണെന്ന് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കോർപ്പറേഷൻ അധികൃതർ ഇവിടെ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും അവർ സ്വീകരിക്കും. ഇവിടെയുള്ള വൈദ്യുതി കണക്ഷൻ, അതുപോലെ ഇപ്പോൾ ഷോപ്പ് നടത്തുന്നവർ എല്ലാം നിയമവിധേയമായിരിക്കണം. നിയമവിരുദ്ധമായ ഒരു നടപടിയും ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. മിഠായിത്തെരു കഴിഞ്ഞ പ്രതാപം നിലനിർത്തുക തന്നെയാണ്. മുഖ്യ ചുമതല കോർപ്പറേഷനാണ്. ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് കോർപ്പറേഷൻ സ്വീകരിക്കേണ്ടത്. ഗവൺമെന്റ് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. ജനപ്രതിനിധികളുടെ സഹായവും ഇക്കാര്യത്തിൽ ആവശ്യമാണ്. മിഠായിത്തെരുവിന്റെ പ്രതാപം നിലനിർത്താൻ വ്യാപാരികളും സഹകരിക്കണമെന്നും മന്ത്രിമാർ പറഞ്ഞു. വ്യാപാരികൾ സഹകരിക്കാഞ്ഞാൽ ഈ നഷ്ടത്തിന്റെയും ദുരന്തത്തിന്റെയും ഉത്തരവാദിത്വം നാളെ വ്യാപാരികളിലായി മാറും. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് അവർ പോണ്ട. അവരും കൂടി സഹകരിച്ചിട്ട് ഇത് നേരെയാക്കാൻ ശ്രമിച്ചാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകുമല്ലോ. വ്യാപാരി സമൂഹം സഹകരിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വ്രതപുണ്യവുമായി മഹാശിവരാത്രി. ശിവക്ഷേത്രങ്ങളിൽ ഭക്തി നിറവിൽ വിശേഷാൽ ചടങ്ങുകളും പൂജകളും നടന്നു. ക്ഷേത്രങ്ങളിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മഹാശിവരാത്രി ദിനം ജില്ലയിലെ പ്രമുഖ ശിവക്ഷേത്രങ്ങളിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. പുലർച്ചെ തന്നെ ദർശനത്തിനായി ഭക്തരുടെ നീണ്ട നിര ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നു. വിശേഷാൽ പൂജകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും ശിവസഹസ്രനാമ പാരായണം, പഞ്ചാക്ഷരി മന്ത്രപാരായണം, ഉച്ചയ്ക്ക് അന്നദാനം എന്നിവയും നടന്നു. സർവ്വപാപഹരവും സർവാഭീഷ്ടപ്രദവും
സർവൈശ്വര്യകരവുമാണ് ശിവരാത്രി വ്രതമെന്ന് കരുതപ്പെടുന്നു. ശിവാരാധനയ്ക്ക് ഏറ്റവും ഉചിതമായ ദിനം ഇതുതന്നെയാണ്. ബ്രാഹ്മണശാപം, ഗുരുശാപം, സ്ത്രീശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഇല്ലാതാകുന്നു എന്നാണ് വിശ്വാസം. പാലാഴി മദനത്തിന്റെ ഭാഗമായി വാസുകിയുടെ വായിൽ നിന്നും പുറത്തുവന്ന കാളകൂട വിഷം ലോകത്തെ നശിപ്പിക്കുമെന്ന നിലവന്നു. ഈ അവസരത്തിൽ ഭഗവാൻ ശിവൻ അത് മുഴുവൻ വായ്ക്കകത്താക്കി. ഇത് കണ്ട് പാർവതി വിഷം ഉദരത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശിവകണ്ഠം ഞെക്കി മുറുകെ പിടിച്ചു. അന്ന് പാർവതി ദേവി ശിവന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചതിന്റെ പ്രതീകമായാണ് ശിവരാത്രി ഉറക്കമൊഴിഞ്ഞ് ആചരിക്കുന്നതെന്ന് പുരാണങ്ങളിൽ പറയുന്നു. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ ശിവക്ഷേത്രങ്ങളായ തളി മഹാശിവക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, ചാലപ്പുറം കൊക്കോഴിക്കോട് മഹാശിവക്ഷേത്രം, ബേപ്പൂർ മഹാദേവ ക്ഷേത്രം, കൽക്കുന്നത്ത് ശിവക്ഷേത്രം, ബിലാത്തിക്കുളം ശിവക്ഷേത്രം, ആഴ്ചവട്ടം കാപാലേശ്വര ക്ഷേത്രം, കിണാശ്ശേരി ശിവക്ഷേത്രം, പെരുമണ്ണ ശിവക്ഷേത്രം, പട്ടർപാലം നെല്ലോളി തൃക്കോവിൽ ശിവക്ഷേത്രം, നല്ലൂർ ശിവക്ഷേത്രം എന്നിവിടങ്ങളിലും വൻ ഭക്തജന തിരക്കായിരുന്നു. മഹാശിവരാത്രി ദിനം ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ പുലർച്ചയ്ക്ക് 4 മണിക്ക് പള്ളിയുണർത്തൽ, പതിവ് പൂജകൾക്ക് പുറമെ വിശേഷാൽ പൂജകൾ, രുദ്രാഭിഷേകം, കാഴ്ച ശ്രീബലി, സായി വേദവാഹിനി കേരളയും ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം വേദപഠന മണ്ഡലം സംയുക്തമായി നടത്തുന്ന ഏകാദശി രുദ്രജപം, മന്ത്രോച്ചാരണ, ഭജന, ആനയൂട്ട്, ശ്രീനാരായണ സെൻട്രൽ ഹാളിൽ വനിതാ വിഭാഗം അവതരിപ്പിച്ച അക്ഷരശ്ലോക സദസ്സ്, എഴുന്നള്ളിപ്പ്, ശിവസഹസ്രനാമാർച്ചന എന്നിവ നടന്നു. ജീവിത സാഹചര്യങ്ങളാണ് പലരെയും കുറ്റവാളികളാക്കുന്നതെന്നും ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കഴിയുന്നവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള സമീപനമാണ് ഇപ്പോൾ കേരളത്തിലെ ജയിലുകളിൽ സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി ടി.പി. രാമകൃഷ്ണൻ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലിലെ ജയിൽ ക്ഷേമ ദിനാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തടവറകളിലേക്ക് എത്തപ്പെടുന്ന അന്തേവാസികളെ മാനസിക പരിവർത്തനത്തിലൂടെ ഉത്തമ പൌരന്മാരായി പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യനിർവഹണമാണ് ജയിൽ വകുപ്പിനുള്ളത്. അത്തരത്തിൽ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ കേരള ജയിൽ വകുപ്പ് നടത്തിവരുന്നുണ്ട്. ജയിൽ അന്തേവാസികളെ പരിപോഷിപ്പിക്കുവാനും അവരിൽ ഗുണപരമായ ചിന്തകളെ വളർത്തിയെടുത്ത് സാമൂഹിക ക്രമമനുസരിച്ച് ജീവിക്കാനുള്ള പാത തുറന്നുകൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ എല്ലാ ജയിലുകളിലും വിവിധ പരിപാടികളോടെ ജയിൽ ക്ഷേമ ദിനാഘോഷം നടത്തിവരുന്നുണ്ട്. കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലിലെ ജയിൽ ക്ഷേമ ദിനാഘോഷങ്ങളുടെ സമാപന സമ്മേളനം മന്ത്രി ടി.പി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജീവിത സാഹചര്യങ്ങളാണ് പലരെയും കുറ്റവാളികളാക്കുന്നതെന്നും ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കഴിയുന്നവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള സമീപനമാണ് ഇപ്പോൾ കേരളത്തിലെ ജയിലുകളിൽ സ്വീകരിച്ചു വരുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇവിടെ പല സാഹചര്യങ്ങളിൽ ജയിലിൽ എത്തിച്ചേരുന്നവർ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും. അതിനനുസൃതമായ സമീപനമാണ് ഇപ്പോൾ കേരളത്തിലെ ജയിലിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരമേഖല ജയിൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ശിവദാസ് കെ തൈപ്പറമ്പിൽ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംവിധായകൻ വി.എം. വിനു, റീജിയണൽ വെൽഫെയർ ഓഫീസർ വി.പി. സുനിൽകുമാർ, കെ. വിനോദൻ, എ.കെ. സുരേഷ്, കെ.പി. ഉണ്ണി, സിസ്റ്റർ ലിവീനിയ, ഇ.ആർ. രാധാകൃഷ്ണൻ, കെ. വേണു തുടങ്ങിയവരും സംബന്ധിച്ചു. KGPTAO കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിമാടുകുന്ന് വൃദ്ധസദനത്തിൽ ഫർണിച്ചർ കൈമാറലും ശുചീകരണ പരിപാടിയും സംഘടിപ്പിക്കുന്നു. സാന്ത്വനം 2017 എന്ന പേരിൽ ഫെബ്രുവരി 26 നടക്കുന്ന പരിപാടി CITU ജില്ലാ സെക്രട്ടറി ടി.കെ. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. കേരള ഗ്രാമപഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓർഗനൈസേഷന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 28 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. സമ്മേളനത്തിന്റെ മുന്നോടിയായി KGBTAO കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള സാമൂഹിക വകുപ്പിന്റെ കീഴിലുള്ള വെള്ളിമാടുകുന്നിലെ വൃദ്ധസദനത്തിന് ഫർണിച്ചർ കൈമാറലും വൃദ്ധസദന ശുചീകരണവും നടത്തുകയാണ്. ഫെബ്രുവരി 26 നടക്കുന്ന പരിപാടി CITU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ടി.കെ. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. എ. പ്രദീപ് കുമാർ MLA പരിപാടിയിൽ മുഖ്യാതിഥിയായിരിക്കും. സ്വാന്തനം 2017 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യസ്നേഹത്തിന്റെ സന്ദേശം പകർന്ന കൊല്ലം അജിത്തിന്റെ സിനിമ സെൻസർ ബോർഡിലെത്തിയപ്പോൾ രാജ്യദ്രോഹ സിനിമയായി മാറിയോ അതോ ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലം മാറ്റി നിർത്തപ്പെട്ടോ? എന്തായാലും സിനിമയുമായി മുന്നോട്ടു പോകാനാണ് അജിത്തിന്റെ തീരുമാനം. എന്റെ ഗർഭപാത്രത്തിൽ പിറന്നവനല്ല, നീ എന്റെ മകനല്ല. നീ ചത്താലും നിന്റെ മയ്യത്ത് പോലും എനിക്ക് കാണണ്ട. ഇവിടെ നിന്ന് പോ. ജോലി തേടി മുംബൈയിലെത്തുന്ന യുവാവ് നേരിടുന്ന പ്രശ്നങ്ങളാണ് പകൽ പോലെ എന്ന അജിത്തിന്റെ സിനിമയുടെ കഥ. ഇയാൾ ഓടിച്ച ട്രക്കിൽ തിരിച്ചറിയപ്പെടാതെ തീവ്രവാദികൾ കയറുകയും തുടർന്ന് ഒരു തെറ്റും ചെയ്യാത്ത യുവാവ് കുറ്റക്കാരനാവുകയും ജയിലിൽ പോകേണ്ടി വരുന്നതുമാണ് കഥയുടെ പ്രമേയം. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന നിയമം. തീവ്രവാദത്തെ ശക്തമായിട്ട് അത് നമ്മളെ തീവ്രവാദത്തിനെതിരെ ഒരു ബോധവൽക്കരണ സിനിമയാണ്.
സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിച്ച സിനിമ സെൻസർ ബോർഡിന്റെ കയ്യിലെത്തിയപ്പോഴേക്കും മാറിമറിയപ്പെട്ടു. എന്തിന്റെ പേരിലാണെങ്കിലും സിനിമ ജനങ്ങളിലെത്തിക്കാൻ തന്നെയാണ് സംവിധായകനും നടനും നിർമ്മാതാവുമായ കൊല്ലം അജിത്തിന്റെ തീരുമാനം. ഇതിനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ഷോ എന്ന രീതിയിൽ സൌജന്യമായി തന്റെ സിനിമ ജനങ്ങളിൽ എത്തിക്കാനാണ് അജിത് തീരുമാനിച്ചിരിക്കുന്നത്. ഞാനിത് എന്റെ സ്വന്തം പൈസ എടുത്തിട്ട് ഞാനിത് സിനിമ എടുത്ത് ഞാനിത് സൗജന്യമായിട്ട് എല്ലാ സ്ഥലത്തും കാസർഗോഡ് മുതൽ നമ്മുടെ ചെങ്ങുമുഖം കടപ്പുറം വരെ അവിടെയുള്ള ഈ നല്ല സിനിമയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല സിനിമയെ ഇതിന്റെ തയ്യാറെടുപ്പിലാണ് അജിത്തും സംഘവും. 25-ാം തീയതി ശനിയാഴ്ച പൊതുജനങ്ങൾക്കായി കോഴിക്കോട് മാനാഞ്ചിറയിലും ബീച്ചിലും സിനിമ പ്രദർശിപ്പിക്കും. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിനക്ക് പുതിയ നെക്ലസ്. നൈസ്. ഇതതിന്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ്. കൊള്ളാം. ഹലോ. Really? Thank you. എന്താണ്ടായേ? നമുക്ക് ഗോൾഡ് ബാർ കിട്ടി ലക്കി ഡ്രോയിൽ. അത് എനിക്കല്ലേ? ഫോർ മീ പ്ലീസ് പ്ലീസ്. ആഭരണങ്ങളുടെ ഉത്സവം, 15 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓരോ പർച്ചേസിനും ഒപ്പം നേടും അഷ്വർഡ് ഗിഫ്റ്റ്. പ്രതിവാരം ലക്കി ഡ്രോയിലൂടെ ഗോൾഡ് ബാർ നേടാൻ അവസരം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. പുതിയറ കലാശാല സംഗീത നിലയത്തിന്റെ 1ാം വാർഷികാഘോഷം ഫെബ്രുവരി 26-ന് ടൗൺ ഹാളിൽ നടക്കും. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും വീടിനും കുടുംബത്തിനും നാടിനും വേണ്ടി ചിലവഴിച്ച് വാർദ്ധക്യത്തിന്റെ വിരസതകളിൽ ശിഷ്ടജീവിതം തളച്ചിടുന്ന മുതിർന്ന പൌരന്മാരുടെ മനസ്സിൽ സംഗീതത്തിന്റെ തിരുനാളം കൊളുത്തുകയെന്നതാണ് കലാശാലയുടെ ലക്ഷ്യം. സൌജന്യ സംഗീത പഠന ക്ലാസുകളിലൂടെ കലാശാല സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ലക്ഷ്യമാണ്. കലാശാല ഗോപാലൻ മാസ്റ്റർ, ഷീല ടീച്ചർ ദമ്പതികളുടെ മകളും സംഗീതാധ്യാപകയുമായ ഷീബയുടെ മനസ്സിൽ വിരിഞ്ഞ സ്വപ്നമായിരുന്നു ഇത്. മുതിർന്ന പൌരന്മാർക്കു വേണ്ടിയുള്ള സൌജന്യ സംഗീത പഠന ക്ലാസ്. കലാശാല സീനിയർ സിറ്റിസൺ കൾച്ചറൽ ഫോറം ഇപ്പോൾ പ്രഥമ വാർഷികത്തിന്റെ നിറവിലാണ്. ഫെബ്രുവരി 26-ന് കോഴിക്കോട് ടൗൺ ഹാളിലാണ് വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും. തുടർന്ന് മുതിർന്ന പൌരന്മാരുടെ ഗാനസന്ധ്യയും അരങ്ങേറും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ തെപ്പരഥോത്സവം ആഘോഷിച്ചു. ശിവപാർവതി സുബ്രഹ്മണ്യ തിടമ്പുകൾ അലങ്കരിച്ച രഥത്തിൽ ക്ഷേത്രക്കുളം വലം വയ്ക്കുന്ന ചടങ്ങാണ് പ്രസിദ്ധമായ തെപ്പരഥോത്സവം. ശിവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ തെപ്പരഥോത്സവം കൊണ്ടാടി. ക്ഷേത്രനടയിൽ വെച്ച് പാണക്കുട കൈമാറ്റ ചടങ്ങ് നടന്നു. തുടർന്ന് ക്ഷേത്രകുളത്തിൽ മേൽശാന്തി ശുഭശാന്തിയുടെയും മറ്റ് ശാന്തിമാരുടെയും കാർമ്മികത്വത്തിൽ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം തെപ്പരഥോത്സവം നടന്നു. പ്രത്യേകം സജ്ജമാക്കി അലങ്കരിച്ച രഥത്തിൽ ശ്രീകണ്ഠേശ്വരന്റെയും ശ്രീ സുബ്രഹ്മണ്യന്റെയും ശ്രീ പാർവതിയുടെയും തിടമ്പുകൾ 3 തവണ ക്ഷേത്രകുളത്തിൽ പ്രദർശനം ചെയ്തു. തുടർന്ന് ക്ഷേത്രകുളത്തിന് മധ്യത്തിലുള്ള മണ്ഡപത്തിൽ വെച്ച് ശ്രീ വിഘ്നേശ്വരനെയും ചേർത്ത് അഭിഷേകവും പൂജാതി കർമ്മങ്ങളും നടത്തി. തിരിച്ച് 2 തവണ രഥത്തിൽ പ്രദർശനത്തിന് ശേഷം 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പിനായി ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു. വാണിയമ്പടി ശിവാനന്ദൻ പാർട്ടിയുടെ നാദസ്വര കച്ചേരിയോടുകൂടി ബാലുശ്ശേരി കോട്ട പഞ്ചവാദ്യ സംഘത്തിന്റെ പഞ്ചവാദ്യം എന്നിവ ചടങ്ങിന് മാറ്റുകൂട്ടി.
ക്ഷേത്രയോഗം പ്രസിഡന്റ് പി വി ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുന്ദർദാസ് പൊറോളി, ജനറൽ സെക്രട്ടറി ഇ അനിരുദ്ധൻ, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു എടക്കോത്ത്, ട്രഷറർ അരുൺ കെ വി, ഡയറക്ടർ തറമൽ പ്രസന്നകുമാർ, ഡെക്കറേഷൻ കമ്മിറ്റി കൺവീനർ കെ സി വാസു എന്നിവർ നേതൃത്വം നൽകി. ചാതുർവർണ്ണ കാലഘട്ടത്തിലേക്ക് രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കന്നഡ എഴുത്തുകാരൻ കെ എസ് ഭഗവാൻ. SFI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാതുർവർണ്ണ കാലഘട്ടത്തിലേക്ക് രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് RSS ഭീഷണി നേരിടുന്ന കന്നഡ എഴുത്തുകാരൻ കെ എസ് ഭഗവാൻ പറഞ്ഞു. SFI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മുതലക്കുളത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി വർഗം മുഖ്യധാരയിലേക്ക് കടന്നുവരുന്നതിനെ തടയാൻ വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീവ്രവാദവും വർഗീയതയുമാണ് രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അണിചേർന്ന പ്രകടനം നടന്നു. മുതലക്കുളത്ത് ഫിദൽ കാസ്ട്രോ ചെഗുവേര നഗറിൽ നടന്ന പൊതുസമ്മേളനം DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസിൽ നാടിന്റെ ഭാവിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ക്യാമ്പസുകളെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് KM നീനു അധ്യക്ഷം വഹിച്ചു. SFI സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക് സി തോമസ്, ബാലസംഘം സംസ്ഥാന സെക്രട്ടറി MK ബിബിൻ രാജ്, DYFI ജില്ലാ പ്രസിഡന്റ് SK സജീഷ്, ട്രഷറർ V വസീഫ്, ലിൻഡോ ജോസഫ്, ഫഹദ് ഖാൻ എന്നിവർ സംസാരിച്ചു. 112ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്ന ഗവൺമെന്റ് UP സ്കൂൾ കുണ്ടുങ്ങൽ വികസന കുതിപ്പിൽ. വിദ്യാലയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന വിഷൻ 2020 പദ്ധതി രൂപരേഖ തയ്യാറായി. 2020ഓടെ 5 കോടിയുടെ ഭൌതിക സൌകര്യം വിദ്യാലയത്തിന് സ്വന്തമാകും. 112ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്ന ഗവൺമെന്റ് UP സ്കൂൾ കുണ്ടുങ്ങൽ വികസനത്തിന്റെ പാതയിലേക്ക് ചുവടുവെക്കുകയാണ്. ഈ കൊച്ചു വിദ്യാലയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന വിഷൻ 2020 പദ്ധതി പുരോഗമിക്കുകയാണ്. സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനു മുമ്പേ തന്നെ ഈ വിദ്യാലയത്തിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതികൾ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. പ്രധാന അധ്യാപകനും സ്കൂളിലെ മറ്റ് അധ്യാപകരും ചേർന്നുകൊണ്ടാണ് പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കിയത്. കോർപ്പറേഷന്റെയും MPയുടെയും MLAയുടെയും നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയും പദ്ധതിക്ക് ലഭിച്ചു കഴിഞ്ഞു. 2020ഓടെ 5 കോടി രൂപയുടെ ഭൌതിക സൌകര്യം സ്കൂളിന് ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജനപ്രതിനിധികളും നാട്ടുകാരും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടെ 2019 ആവുമ്പോഴേക്കും സ്കൂൾ മികവിന്റെ കേന്ദ്രമാകുമെന്നാണ് കരുതുന്നതെന്ന് പ്രധാന അധ്യാപകൻ PK സതീഷ് പറഞ്ഞു. അക്കാദമിക് നിലവാരം, ഭൌതിക സൌകര്യം തുടങ്ങിയവ ഉൾപ്പെടുത്തി 17 പദ്ധതികൾക്കാണ് രൂപരേഖ തയ്യാറാക്കിയത്. അതിൽ അക്കാദമിക് നിലവാരത്തിനു വേണ്ടി മുന്നോക്കം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്കൈ ഈസ് അവർ ലിമിറ്റ് എന്ന പ്രത്യേക കോച്ചിംഗ് ക്ലാസുകൾ, സമ്പൂർണ്ണ പോഷകാഹാരം, കൃഷി തുടങ്ങി നിരവധി പദ്ധതികൾ ഇതോടെ ആവിഷ്കരിച്ചു കഴിഞ്ഞു. സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി MLAയുടെ ഫണ്ടും അനുമതിയായിട്ടുണ്ട്. എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കും. മതിലുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഈ അവധിക്കാലം കഴിയുന്നതിനുള്ളിൽ പുതുക്കി പണിയും. സർക്കാർ കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തോടൊപ്പം തന്നെ ഇനി ഈ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും പ്രധാന അധ്യാപകൻ പറഞ്ഞു. ഈ വിദ്യാലയത്തിന്റെ കുതിപ്പുകൾ കാണാൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം നാടും കാത്തിരിക്കുകയാണ്. വിഷൻ 2020 പദ്ധതിയുടെ ശില്പശാലയും 112ാം വാർഷികാഘോഷവും കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി രേഖ SSA DPO M ജയകൃഷ്ണൻ ഏറ്റുവാങ്ങി. കൌൺസിലർ C അബ്ദുറഹ്മാൻ, CP മുസാഫർ അഹമ്മദ്, K മൊയ്തീൻ കോയ, PTA പ്രസിഡന്റ് S മുഹമ്മദ് അർഷാദ് തുടങ്ങി റെസിഡൻസ് ഭാരവാഹികളും ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. കേരള പപ്പട മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 26 നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഫുഡ് സേഫ്റ്റി വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർ O ശങ്കരനുണ്ണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് പപ്പടം. ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള നല്ല പപ്പടം നൽകുക, ഈ മേഖലയിലെ അടിസ്ഥാന ആവശ്യങ്ങൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ 14 ജില്ലകളിലെയും പപ്പട നിർമ്മാതാക്കൾ 2016 ഡിസംബർ 18 എറണാകുളത്ത് സെനറ്റ് ഹോട്ടലിൽ വെച്ച് കെപ്മ എന്ന സംഘടന രൂപീകരിച്ചത്. നല്ല പപ്പടം നന്നായി കച്ചവടം എന്നതാണ് സംഘടനയുടെ മുദ്രാവാക്യം. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പപ്പട നിർമ്മാതാക്കൾക്ക് ഒരു മുദ്ര ഏർപ്പെടുത്തുക എന്നതാണ്. ഈ മുദ്ര ഒരു വർഷത്തേക്ക് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട എല്ലാ ആളുകൾക്കും വിതരണം ചെയ്യും. ആ പപ്പടത്തിന്റെ അകത്ത് മായം ചേരുകയാണെങ്കിൽ ആ മുദ്ര ഞങ്ങൾ പിൻവലിക്കും. അത് പരിശോധിച്ചതിന് ശേഷം നല്ല പപ്പടം എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. സംഘടനയുടെ ഭരണഘടനാ യോഗം അംഗീകരിച്ച് മെമ്പർഷിപ്പും പ്രവർത്തനം തുടങ്ങി. കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഫെബ്രുവരി 26 നളന്ദ ഓഡിറ്റോറിയത്തിൽ കേരള പപ്പട മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടക്കും. കൺവെൻഷൻ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർ O ശങ്കരനുണ്ണി ഉദ്ഘാടനം ചെയ്യും.
വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വെള്ളമില്ലായ്മയിൽ വൃക്ഷലതാദികളുടെ സംരക്ഷണത്തിന് ഹോമിയോ അഗ്രോ കെയർ. കീടങ്ങൾ, വൈറസ് രോഗങ്ങൾ, വന്യമൃഗങ്ങൾ, ക്ഷുദ്രജീവികൾ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം. ഹോമിയോ അഗ്രോ കെയർ. കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രശ്നമേയല്ല. എല്ലാവിധ കൃഷികൾക്കും സൂക്ഷിപ്പുകാലത്തിനും പ്രകൃതി സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും കീടനാശിനിയോ ഘനലോഹങ്ങളോ ഇല്ലാത്ത വിളകൾക്കും സുരക്ഷിതമായ നാനോ മരുന്നാണ് ഹോമിയോ അഗ്രോ കെയർ. ഉൽപാദകർ നാനോ മിനി ഫാർമ LLP, ജവഹർ നഗർ, കോഴിക്കോട്. മൊബൈൽ 9447177058, 9495977058, 0495277058. ഇമെയിൽ minifarma@gmail.com. വാർത്തകൾ തുടരുന്നു. സാമൂഹ്യ വിരുദ്ധർ കിണർവെള്ളം ഉപയോഗശൂന്യമാക്കിയതായി പരാതി. ഒളവണ്ണ മുണ്ടാടിപ്പാറ രാഹുലിന്റെ വീട്ടിലെ കുഴൽ കിണറിലാണ് മാലിന്യം കലർത്തിയിരിക്കുന്നത്. ഒളവണ്ണ പഞ്ചായത്തിലെ 20ാം വാർഡിൽപ്പെടുന്ന ഞണ്ടാടിപ്പാറ രാഹുലിന്റെ വീട്ടിലെ കിണറിലാണ് മാലിന്യം നിക്ഷേപിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഈ കിണറ്റിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വെള്ളം പതഞ്ഞ് പൊങ്ങുകയാണ്. ഒറ്റനോട്ടത്തിൽ സോപ്പ് വെള്ളം എന്ന് തോന്നിക്കും വിധത്തിലാണ് വെള്ളത്തിന്റെ അവസ്ഥ. ബുധനാഴ്ച രാത്രി വരെയും നല്ല ശുദ്ധജലം കിട്ടിയിരുന്ന ഈ കിണറിൽ രാത്രിയുടെ മറവിൽ ആരോ മാലിന്യം കലർത്തി എന്നാണ് വീട്ടുകാർ കരുതുന്നത്. വെള്ളം ടാങ്കിൽ വെള്ളം നിറച്ചപ്പോൾ വെള്ളം ബക്കറ്റിൽ എടുത്തപ്പോൾ ഒന്നായിട്ട് പത പോലെ വെള്ളം ഒന്നായിട്ട് പതഞ്ഞിങ്ങോട്ട് പൊന്തി. കുടിവെള്ളത്തിന് ഏറെ ബുദ്ധിമുട്ട് ഉള്ള പ്രദേശമായ ഇവിടെ സമീപവാസികളും ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ്. ഉന്നത അധികാരികൾക്ക് പരാതി നൽകുമെന്ന് വീട്ടുടമ രാഹുൽ പറഞ്ഞു. ഇത് കുറെ കാലമായിട്ട് ഈ പരിസര പ്രദേശങ്ങളിൽ ഈ കിണറിന്റെ പ്രദേശങ്ങളിലെ മറ്റു കിണറുകളിലും ഇങ്ങനെ സാമൂഹിക വിരുദ്ധര് ഈ രീതിയിൽ ഷാമ്പു പോലുള്ള സാധനങ്ങൾ കലക്കിയിട്ട് പത വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ സമയത്ത് കുടിവെള്ളം വളരെ കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ നല്ലളം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നല്ലളം പോലീസും വാർഡ് മെമ്പർമാരും സ്ഥലം സന്ദർശിച്ചു. അരിക്കുളം KPMS ഹയർ സെക്കൻഡറി സ്കൂളിലെ അസാപ്പ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ ജൈവ കൃഷി ആരംഭിച്ചു. 1 ഏക്കർ സ്ഥലത്തും പോളി ഹൌസിലുമായാണ് കൃഷി. ഹൈടെക് കൃഷിയുമായി കോഴിക്കോട് അരിക്കുളം KPMS ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും രംഗത്തെത്തി. പോളി ഹൌസിലും കൂടാതെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്തുമാണ് അസാബ് യൂണിറ്റിന്റെ കീഴിലെ 30 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ജൈവ കൃഷി ആരംഭിച്ചത്. സ്കൂളിന് മുന്നിലായി മനോഹരമായ പോളി ഹൌസ് നിർമ്മിച്ചിട്ടുണ്ട്. സാങ്കേതികമായി തന്നെ പഠിച്ചെടുത്ത പോളി ഹൌസ് കൃഷി വിദ്യാർത്ഥികൾക്കും പുതിയ അനുഭവമാണ്. വിത്ത് മുളപ്പിക്കൽ മുതൽ നടിയിലും പരിപാലിക്കൽ വരെ ഹൈടെക് രീതിയിലാണ്. തക്കാളിയും വെണ്ടയും വെള്ളരിയും ചീരയും പച്ചമുളകും കോളിഫ്ലവറും കാബേജും എല്ലാം ഏത് കാലാവസ്ഥയും വിളയിച്ചെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികളിൽ വിഷവിമുക്തമായ പച്ചക്കറി വിളയിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനും ജൈവികമായ പച്ചക്കറി കൃഷിക്കും തുടക്കമിടാനും സാധിച്ചതായി അസാഫ് കോർഡിനേറ്റർ നിജീഷ് പറയുന്നു. സ്കൂളിനോട് ചേർന്ന ഭാഗത്ത് ഡിസംബർ ആദ്യവാരത്തോടെ നിലമൊരുക്കിയതോടെയാണ് കൃഷിക്ക് തുടക്കമാകുന്നത്. സ്കൂളിന്റെ പരിസരത്തെ 1 ഏക്കറിലാണ് കൃഷി നടത്തുന്നത്. മൊകവൂർ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്ര മഹോത്സവം ഫെബ്രുവരി 26-27 തീയതികളിൽ നടക്കും. 26-ന് പുലർച്ചെ 3 മണിക്ക് ദേവിക്ക് മാല ചാർത്തുന്നതോടെയാണ് പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുക എന്ന് ഭാരവാഹികൾ പറഞ്ഞു. മൊകവൂർ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്സവാഘോഷം ഫെബ്രുവരി 26-27 തീയതികളിൽ നടക്കും. 26-ന് കാലത്ത് 3 മണിക്ക് മാലചാർത്തൽ, ഉഷപൂജ എന്നിവയോടുകൂടി ഉത്സവാഘോഷം ആരംഭിക്കും. 9 മണിക്ക് മേലേരി പൂജ, ആയുധമെഴുന്നള്ളിക്കൽ, 10 മണിക്ക് വരവ്, 11 മണിക്ക് കാവുണർത്തൽ, ഭണ്ഡാരം വയ്ക്കൽ, തുടർന്ന് കരുമകൻ, കുലവൻ വെള്ളാട്ടുകൾ എന്നിവയും നടക്കും. ഉച്ചയ്ക്ക് 3 മണിയോടെ അമ്മ കുളിച്ചുവരവ് നടക്കുന്നു. കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും പതിവില്ലാത്ത ചടങ്ങാണിത്. പിന്നീട് അമ്മ വെള്ളാട്ട്, ആകർഷകമായ കലശക്കെട്ട് എന്നിവയും രാത്രി തായമ്പക, ഏറോക്കളി എന്നിവയും നടക്കും. അർദ്ധരാത്രിയോടെ കനലാട്ടവും നടക്കുന്നു. തുടർന്ന് കരുമകൻ തിറ, കുലവൻ തിറ, ഭഗവതി തിറ, കലശം കൊട്ട്, പാണ്ടിമേളം എന്നിവയും നടക്കുന്നു. ഞായറാഴ്ചയോടെ ഉത്സവം സമാപിക്കുകയാണ്. തിങ്കളാഴ്ച വരവൊഴികെയുള്ള ചടങ്ങുകൾ നടക്കുന്നു. അർദ്ധരാത്രിയോടെ അടയ്ക്കുന്ന ക്ഷേത്രനട 14ാം ദിവസം തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലശത്തോടെ മാത്രമേ തുറക്കാറുള്ളൂ. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ പേർക്കും അന്നദാനവും നടത്തുന്നുണ്ട്. ഉത്സവത്തിന് എത്തിച്ചേരുന്ന ഭക്തർക്ക് സേവനത്തിനായി മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഡോക്ടർമാരോട് കൂടിയ ആരോഗ്യ കേന്ദ്രം, ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ് തുടങ്ങിയ സേവനങ്ങൾക്കുള്ള പ്രത്യേക പവലിയനുകളും സജ്ജമായിരിക്കും.
കാരന്നൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 35ന്റെ നിറവിൽ വാർഷികാഘോഷ പരിപാടികൾ സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് മിഥുൻ മേനോൻ ഉദ്ഘാടനം ചെയ്തു. കുരുന്നുകളുടെ നൃത്തനൃത്യങ്ങൾ, സംഗീത വിരുന്ന് തുടങ്ങിയവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. കുട്ടിക്കുറുമ്പുകളുടെ കലാപ്രകടന മികവ് വിളിച്ചോതിക്കൊണ്ടാണ് കാരന്നൂർ NSS ഇംഗ്ലീഷ് സ്കൂളിലെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത്. 35ാം വാർഷികത്തോടനുബന്ധിച്ച് കുരുന്നുകളുടെ വിപുലമായ പരിപാടികളായിരുന്നു അരങ്ങേറിയത്. പാട്ടുപാടിയും നൃത്തച്ചുവടുവെച്ചും കുരുന്നുകൾ വേദി കൈയടക്കി. എരഞ്ഞിക്കൽ PVS ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് മിഥുൻ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ PCM സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. KNSS കരയോഗം പ്രസിഡന്റ് A ഗിരീഷ് കുമാർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. സ്കൂൾ PTA പ്രസിഡന്റ് മെജോ മാത്യു അധ്യക്ഷനായ ചടങ്ങിൽ M ശശിധരൻ, AB പ്രീത, KM വിനോദ് കുമാർ, C ഗീത, നിഷ സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഘനൃത്തം, നാടൻപാട്ട്, സംഗീത വിരുന്ന് എന്നിവയ്ക്ക് ശേഷമാണ് വാർഷികാഘോഷങ്ങൾക്ക് സമാപനമായത്. മാംസ ഉൽപ്പന്ന വിതരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച മലബാർ ബ്രഹ്മഗിരി മീറ്റ് 100 ഔട്ട്ലെറ്റുകൾ കൂടി അനുവദിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള അപേക്ഷകളാണ് പരിഗണിക്കുക. അപേക്ഷാ ഫോറം ബ്രഹ്മഗിരി മലബാർ മീറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. കുറഞ്ഞ കാലത്തിനകം തന്നെ ഉത്തരകേരളത്തിന്റെ മാംസോൽപ്പന്ന വിപണിയിൽ സ്വന്തമായി ഇടം നേടിയെടുത്ത ബ്രഹ്മഗിരി മലബാർ മീറ്റ് മാർച്ച് 31-നകം 100 സവിശേഷ ഔട്ട്ലെറ്റുകൾ കൂടി അനുവദിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള അപേക്ഷകളാണ് പരിഗണിക്കുക. അപേക്ഷാ ഫോറം ബ്രഹ്മഗിരി മലബാർ മീറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ നൽകുന്ന പരമ്പരാഗത അറവ് തൊഴിലാളികൾക്കും ചെറുകിട വ്യാപാരികൾക്കും മുൻഗണന ലഭിക്കുന്നതാണ്. പരമ്പരാഗത മാംസവിപണിയെ ആധുനികവൽക്കരിക്കുക, പരമ്പരാഗത അറവ് തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ സഹായിക്കുക എന്നതാണ് ലക്ഷ്യം. വരുന്ന ഫെബ്രുവരി, മാർച്ച് അതുപോലെ അടുത്ത സാമ്പത്തിക വർഷങ്ങളിൽ 100ഓളം ഔട്ട്ലെറ്റുകൾ കൂടി പുതുതായിട്ട് ആരംഭിക്കുന്നു എന്നൊരു വാർത്തയാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾക്കൊരു പക്ഷേ അറിയാൻ സാധിക്കും, ഒരു ജനകീയ സംവിധാനമാണ്. അതിൽ നമ്മുടെ ഏകദേശം 107ഓളം ആൾക്കാർക്ക് അവിടെ തൊഴിൽ കൊടുത്തിട്ടുണ്ട്. ഫാക്ടറിയിൽ ഒരു പ്രൈവറ്റ് മുതലാളികൾ വർക്ക് ചെയ്യുന്നത് പോലെ ഒരു ലാഭേച്ഛയോട് കൂടി മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ നൽകുക എന്നുള്ളൊരു മാനദണ്ഡമാണ് കമ്പനി മുന്നോട്ട് വെക്കുന്നത്. 3 വർഷം കൊണ്ട് തന്നെ ഉത്തരകേരളത്തിലെ മാംസോൽപ്പന്ന വിപണിയിൽ വിപ്ലവകരമായ മാറ്റമാണ് മലബാർ ബ്രഹ്മഗിരി മീറ്റ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഗുണനിലവാരവും സ്വാദും വിശ്വസ്തതയുമാണ് മലബാർ മീറ്റിന്റെ മുഖമുദ്ര. താപനില ക്രമീകരിച്ച് ശാസ്ത്രീയമായ ഹലാൽ രീതിയിൽ തയ്യാറാക്കുന്ന മലബാർ മീറ്റ് ഉൽപ്പന്നങ്ങളിൽ യാതൊരു രാസപദാർത്ഥങ്ങളും ഉപയോഗിക്കാതെയാണ് വിപണനം നടത്തുന്നത്. മലബാർ മീറ്റ് ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ലാഭം ഉരുക്കളെ വളർത്തുന്ന കർഷകർക്ക് തന്നെയാണ് നൽകുന്നത്. കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മലബാർ മീറ്റ് AGM അനൂസ് കറിയ, മലബാർ മീറ്റ് പ്രൊഡക്ഷൻ മാനേജർ ജെറീഷ് K, ബ്രഹ്മഗിരി PRO പുരുഷോത്തമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നടുവട്ടം അൽമനാർ സ്കൂളിൽ പെയിന്റിംഗ് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ നടന്നു. കളറിംഗ് ആൻഡ് പെയിന്റിംഗ് വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്കായി മത്സരവും ഒരുക്കിയിരുന്നു. വർണ്ണങ്ങൾ വാരിവിതറിയ പ്രകൃതി ദൃശ്യങ്ങളുടെ വിരുന്നാണ് നടുവട്ടം അൽമനാർ സ്കൂളിൽ ഒരുക്കിയ പെയിന്റിംഗ് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ. വിദ്യാർത്ഥികളുടെ പ്രതിഭയിൽ പിറന്ന ചിത്രങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. ഫാബ്രിക് പെയിന്റിംഗ്, ഗ്ലാസ് പെയിന്റിംഗ്, മിറർ വർക്ക്, വൂളൻ വർക്ക് എന്നിവയുടെ മത്സരങ്ങളും എക്സിബിഷനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. കളറിംഗ് ആൻഡ് പെയിന്റിംഗ് വിഭാഗത്തിൽ നടന്ന മത്സരത്തിലും വിദ്യാർത്ഥികളുടെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. സ്കൂൾ മാനേജർ P കമാൽ, പ്രിൻസിപ്പൽ M ജയസുധ, MT ശൈലജ, M നിഷ, P ഭവിത, SV ഷമീന തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മിഠായിത്തെരുവിൽ അഗ്നിക്കിരയായ കട സന്ദർശനം നടത്തി മന്ത്രിമാർ. റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടി. കോർപ്പറേഷന് മുഖ്യ ചുമതലയെന്നും മന്ത്രിമാർ. വ്രതപുണ്യത്തോടെ മഹാശിവരാത്രി. ശിവക്ഷേത്രങ്ങളെ ഭക്തിസാന്ദ്രമാക്കി വിശേഷാൽ ചടങ്ങുകളും പൂജകളും. കുറ്റവാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള നടപടികളാണ് നിലവിൽ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. ജയിൽ ക്ഷേമ ദിനാഘോഷങ്ങൾക്ക് സമാപനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kotikal. We will treat you